പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം വളരെ ഗുരുതരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയും ഇറാനും ഒരു തുറന്ന യുദ്ധത്തിലേക്ക്, ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും മൂർച്ഛിച്ചു വരികയാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദ് ആണ്. നമസ്കാരം. നമസ്കാരം. ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക ഇറാനിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ ആണവ സാഹചര്യത്തെ പറ്റിയുള്ള ചർച്ചകൾ മൂർച്ഛിച്ചിരിക്കുകയാണെന്ന് ട്രംപ് തന്നെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അദ്ദേഹം യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് അയക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പശ്ചിമേഷ്യയിൽ ഒരു തുറന്ന യുദ്ധം തുടങ്ങുമോ? ഈ യുദ്ധക്കപ്പലുകളുടെ ശേഷിയെ കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. ഇപ്പൊ USS എബ്രഹാം ലിങ്കണ് പിന്നാലെ മറ്റൊരു വലിയ പടക്കപ്പൽ കൂടി, അർമാഡ കൂടി പശ്ചിമേഷ്യയിലേക്ക് ഇറാനെ നേരിടാനായിട്ട് അയക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് ലോകം മുഴുവൻ കാണുന്നത്. പക്ഷെ അത് പറയുമ്പോഴും ഇറാൻ ഒരു കുലുക്കവുമില്ല. ഈ ട്രംപ് പറയുന്നത് പല കാര്യങ്ങളും ഇറാനെ ഞെട്ടിക്കാൻ വേണ്ടിയാണല്ലോ പറയുന്നത്. പക്ഷെ ഇറാൻ അപ്പോഴൊന്നും കുലുങ്ങുന്നില്ല. ഇറാന്റെ അവരുടെ എല്ലാ നേതാക്കളുടെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, സൈനിക മേധാവിമാരാകട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രിയാകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, എല്ലാവരും തന്നെ, അല്ലെങ്കിൽ അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖംനേയി ആകട്ടെ, എല്ലാവരും കൃത്യമായും അവര് ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം എന്നുള്ള നിലയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ട്രംപ് പറഞ്ഞതായി നമ്മൾ സംസാരിച്ചിരുന്ന കാര്യം, ഇറാനിൽ നടക്കുന്ന കലാപവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ, അവിടെ ഭരണകൂട വേട്ടയ്ക്ക് എതിരെയൊക്കെ ആയിട്ടാണ് ട്രംപ് അങ്ങോട്ട് അതിൽ ഇടപെട്ടുകൊണ്ട് കപ്പൽ അയക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് മാറ്റി പറഞ്ഞു. ഇറാൻ പുതിയ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ആക്രമിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ട്രംപിന് തന്നെ ക്ലാരിറ്റി ഇല്ല. ട്രംപ് ആദ്യ സമയങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി, അവിടെ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നുവെന്നാണ്. അത് ട്രംപ് തന്നെ പിൻവലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ട്രംപ് പകരം ഒരു കാര്യമാണ് അല്ലെങ്കിൽ കാരണമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ എന്താണ് ഇറാന്റെ പ്രതികരണം എന്ന് ചോദിച്ചാൽ, ഇറാൻ പറയുന്നത് ഡിപ്ലോമസിയാണ് ഞങ്ങളുടെ വഴി, യുദ്ധമല്ല ഞങ്ങളുടെ വഴി, ഡിപ്ലോമസി തന്നെയാണ്, നയതന്ത്രം തന്നെയാണ് ഞങ്ങളുടെ വഴി. പക്ഷെ ഏതെങ്കിലും തരത്തിൽ അത് നിർബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയതന്ത്രത്തിനും ഞങ്ങൾക്ക് താല്പര്യമില്ല. നേരത്തെ നമുക്കറിയാമല്ലോ, 4-5 റൗണ്ട് ചർച്ചകളെങ്കിലും ആണവ കരാറുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ അമേരിക്കയുമായിട്ട് ഇറാൻ നടത്തിയിരുന്നു. ആ സമയത്താണ് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുകയും പിന്നെ ആ ചർച്ചകൾ അങ്ങനെ വഴിമുട്ടി പോവുകയും ചെയ്യുന്നത്. അതെ, ട്രംപ് പ്രതീക്ഷിക്കുന്നത് ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു അയവുണ്ടാകും, ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ എന്തെങ്കിലും പരിഗണന ഉണ്ടാകുമെന്നൊക്കെയാണ്. അത്തരത്തിൽ ഇറാൻ ട്രംപിന്റെ സ്വാധീനങ്ങൾക്ക് വില കൊടുക്കുമോ? ഇല്ല, നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിഷയം മാത്രമല്ലല്ലോ. ഇറാൻ അങ്ങനെ ഒരു ആണവ കരാറിൽ ഒപ്പിടണം എന്നുള്ളത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ആവശ്യമാണ്. അതുപോലെ ജർമ്മനി അടക്കം മറ്റു പല രാജ്യങ്ങളും അങ്ങനെ ഒരു ആവശ്യമുണ്ട്. കാര്യം അവരുടെ കയ്യിലൊക്കെ, പലരുടെയും കയ്യിലുള്ള സാധനം, പക്ഷെ അത് ഇറാന്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഇറാനും അത് അംഗീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആണവായുധം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആണവായുധമാണ് ഈ ഞങ്ങളുടെ ആണവ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നതേ ഇല്ല. അവർ പറയുന്നത് ഞങ്ങൾ ഊർജ്ജ ആവശ്യങ്ങൾ, മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതല്ലാതെ ആണവായുധം വികസിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. അത് പല സമയങ്ങളിലായി ഈയിടെയൊക്കെ പരിശോധനയൊക്കെ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിന്റെ 12 ദിവസം യുദ്ധത്തിന് ശേഷമാണ് IAEA നിന്നും ഒക്കെ പിന്മാറുന്നതായിട്ടൊക്കെ അവർ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അതിനുശേഷവും അവര് ഈ പൂർണ്ണമായിട്ടും എല്ലാ ചർച്ചകളുടെയും വാതിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങളെങ്കിൽ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊരു നിലപാട് ഒരിക്കലും ഇറാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇറാൻ പിന്നെയും ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇറാൻ നമ്മൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കേണ്ടത്. അപ്പോ ഇറാനിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, അത് അവിടുത്തെ വല്ലാത്ത തരത്തിലുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. അത് ഈ വലിയ ഉപരോധങ്ങൾക്കിടയിൽ എത്രയോ വർഷമായി ഞെരുങ്ങിക്കിടക്കുന്ന ഒരു രാജ്യമാണ്. അതിനിടയിൽ നിന്നാണ് അത്തരം പ്രതിസന്ധികളെ ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് പല മേഖലകളിലായി ഇറാൻ നേട്ടങ്ങൾ കൈവരിച്ചു വന്ന ഒരു രാജ്യമാണ്. എങ്കിൽ പോലും അവിടുത്തെ ഇപ്പൊ നാണ്യപ്പെരുപ്പമാകട്ടെ, സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങളാകട്ടെ, മൊത്തത്തിൽ വല്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പൊ ആയത്തുള്ള അലി ഖംനേയിയുടെ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള ഒരു നിലയല്ല അവിടുത്തെ ഇപ്പോ പ്രസിഡന്റ് ആകട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അവരെടുക്കുന്ന നിലപാട് അങ്ങനെയല്ല. ഞങ്ങളുടെ യുവാക്കൾക്ക്
മികച്ച തൊഴിലവസരങ്ങൾ വേണം, ഞങ്ങളുടെ ജനങ്ങൾക്ക് മികച്ച ജീവിക്കാനുള്ള അവസരങ്ങൾ വേണം, കൂടുതൽ അഭിവൃദ്ധി വേണം, ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നിൽക്കണം. അപ്പൊ അതിനൊക്കെ യുദ്ധം ചെയ്യുക എന്നുള്ളതല്ലല്ലോ അവരുടെ മുമ്പിലുള്ള മാർഗം. യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ കൂടുതൽ അത് അവർ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരെ വെല്ലുവിളിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും തയ്യാറാണെന്നുള്ളതാണ്. ട്രംപിന്റെ ഏത് വെല്ലുവിളിയാകട്ടെ, ആ ഓരോ വെല്ലുവിളിക്കും സത്യത്തിൽ വെല്ലുവിളിയുടെ ഒരു യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങനെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒക്കെ പറയുമ്പോഴും അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ഈ ഡ്രോൺ വിദഗ്ധർ, ഡ്രോൺ രംഗത്ത്, ഡ്രോൺ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ പറയുന്നത് ഒരു ഈസി വോക്ക് ഓവർ ഒന്നും ഒരിക്കലും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അങ്ങനെ ഒരു വോക്ക് ഓവർ ഒന്നും നേടാൻ ഒരു കാരണവശാലും പറ്റില്ല. കാരണം അത് അവരുടെ ഡ്രോണുകളുടെ ശക്തി തന്നെയാണ്. ആ വലിയ, അതായത് അത്യന്താധുനികമായി ഇപ്പൊ അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണുകൾക്കൊക്കെ സമാനമായ റീപ്പർ ഡ്രോണുകളുടെ ഏറ്റവും പുതിയ പല വേർഷൻസ് ആണ് അവരുടെ കയ്യിലുള്ളത്. അപ്പൊ അത് ഒരു വലിയ ശക്തിയാണ്. അത് അവരുടെ റഡാറിന്റെ പരിധിയിലാണ് ഈ എബ്രഹാം ലിങ്കൺ എന്നൊക്കെ ഉള്ള സാഹചര്യത്തിൽ അവരുടെ ആയിരക്കണക്കിന് ഡ്രോണുകളും അതുപോലെ അവരുടെ ഈ മൾട്ടി ഓവർഹെഡ് മിസൈലുകളും ഒക്കെ അവര് തൊടുത്തു തുടങ്ങിയാൽ അത് ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് പോകുന്നത് തന്നെയാണ്. ഇപ്പോ എബ്രഹാം ലിങ്കണെ പോലെയുള്ള ഒരു കപ്പലിന് എത്ര കാലം വേണമെങ്കിലും കടലിൽ ഇങ്ങനെ തമ്പടിച്ച്, ഒരു സൈനിക താവളം തന്നെയാണല്ലോ, എത്ര കാലം വേണമെങ്കിലും തമ്പടിച്ച് യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് കൃത്യമായിട്ടും അത് എളുപ്പമായിരിക്കില്ല. ഇപ്പൊ അമേരിക്ക വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ട്രംപ് വിചാരിക്കുന്ന പോലെ എളുപ്പമായിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പൊ അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധർ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരാണ് പറയുന്നത്. അതുപോലെ സെൻകോമിന്റെ ഇപ്പോ ഇവരുടെ സെൻട്രൽ കമാൻഡ്, അമേരിക്കൻ സൈന്യത്തിന്റെ തന്നെ സെൻട്രൽ കമാൻഡിന്റെ ചീഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ എയർ സുപ്രീമസി അവകാശപ്പെടാൻ കഴിയാതെ തുടങ്ങുന്ന ഒരു യുദ്ധം കൂടിയായിരിക്കും. ഇപ്പോ എബ്രഹാം ലിങ്കണിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണം തുടങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ പല യുദ്ധങ്ങളും, അമേരിക്ക പോലെ ഒരു രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ അവരെ ആദ്യം തന്നെ ഒരു എയർ സുപ്രീമസി അവകാശപ്പെടാറുണ്ട്. ഒരു എന്താ പറയുന്നത്, ആ എയർ മുഴുവൻ അവരുടെ അധീനതയിലാണ് എന്നുള്ള നിലയിൽ ഒരു രാജ്യത്തിന്റെ ആകാശം കീഴടക്കുകയാണ്. പക്ഷെ അങ്ങനെ ആകാശം കീഴടക്കിക്കൊണ്ടുള്ള ഒരു യുദ്ധം ഇവിടെ സാധ്യമല്ല. ആകാശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത് ശ്രമകരമായിരിക്കും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സെൻകോമിന്റെ മേധാവി തന്നെ പറഞ്ഞത് ഇറാന്റെ ഡ്രോൺ ശക്തിയാണ്. അത് ഈ നമ്മൾ പറഞ്ഞ പോലെ വെട്ടിക്കിളി കൂട്ടമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. അത് പറന്നു വന്ന് അത്രയും വലിയ കൂട്ടമായി പറന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ശത്രു സേനയ്ക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. നമ്മളിതെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ്. ഇതെല്ലാം ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ്, നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ടു തന്നെ അറിയണം ഇനി അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വേക്കാം. അതെ. അപ്പോൾ ട്രംപ് പലതവണയായി പല നിലപാടുകളും പരാമർശങ്ങളും മാറ്റിയും തിരിച്ചും തിരുത്തിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഭയത്തിന്റെ ഭാഗമാണോ അതോ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണോ വിലയിരുത്താൻ സാധിക്കുക? ഇതിപ്പോ ട്രംപ് അധികാരത്തിലേറിയ ശേഷം ആദ്യമായി പ്രഖ്യാപിച്ച ചില കാര്യങ്ങളുണ്ട്. അത് ജനുവരിയിൽ, എനിക്ക് എന്റെ ഓർമ്മയിൽ അത് കൃത്യമായിട്ടുണ്ട്. അതായത് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ട്രംപിന് നേരെ അതിനു മുൻപ് 3 തവണ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. അതില് അമേരിക്കയിലെ തന്നെ അത് യാതൊരു തരത്തിലും ഈ ഇറാനുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളുകളാണ് ഈ വധശ്രമം നടത്തിയതെങ്കിലും ട്രംപ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ആരെങ്കിലും കൊലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഇറാൻ ആയിരിക്കും അതിന്റെ പിന്നിൽ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാനെ എന്ത് ചെയ്യണം എന്ന് ഞാൻ എന്റെ വിശ്വസ്തരായ ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ പ്രസിഡന്റ് പദം ഔദ്യോഗികമായി ഏറ്റെടുത്ത് കഴിഞ്ഞ ശേഷം, വൈറ്റ് ഹൗസിലേക്ക് വന്ന ശേഷം ആദ്യം പറഞ്ഞ വാചകങ്ങളിൽ ഒന്നാണിത്. അപ്പോ ഇറാനെ സ്വാഭാവികമായിട്ടും ട്രംപിന് ഭയമുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഇറാന് ട്രംപിനെയും ഭയം ഉണ്ടാവാം. അപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിലുള്ള ശാക്തികമായ ആ ബലാബലത്തിൽ പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയപ്പെട്ട് തന്നെയാണല്ലോ. നമ്മുടെ ലോകത്തിന്റെ ഒരു ക്രമം അതാണല്ലോ. പിന്നെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സംവിധാനവും ഒക്കെയാണ്. അപ്പൊ അമേരിക്കയെ ഇറാന് ഭയമില്ല എന്ന് പറയുന്നത് ചിലപ്പോ അത് അതിശയോക്തിയായി പോകും. അങ്ങനെയല്ല, അമേരിക്കയെ ഇറാന് കൃത്യമായിട്ടും ഭയം ഉണ്ടാകും. പക്ഷെ അങ്ങനെ അവരുടെ ഒരു രാജ്യത്തിന്റെ സോവറിനിറ്റിയായ ഒരു രാജ്യത്തിന്റെ പരമാധികാരം പണയം വെച്ച് അങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതുന്നവരാണ് ഇറാൻ. അത് അവരുടെ 47 വർഷത്തെ ഈ ഇസ്ലാമിക് റവല്യൂഷന്റെ 47ാം വാർഷികം ഇപ്പൊ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെയാണ് അതിന്റെ 10 ദിവസമാണ് സാധാരണ അവിടെ ആഘോഷം നടക്കുക. ഇന്നലെ സാറ്റർഡേ, ഇന്നലെയാണ് അവരുടെ ആഘോഷം സമാപിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 10th ഡേ ഇന്നലെ ആയിരുന്നു. അപ്പൊ ഈ 47 വർഷവും ഇവര് അമേരിക്കയോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. അതിനു മുമ്പുള്ള ഭരണകൂടം കൃത്യമായിട്ടും അമേരിക്കയുടെ ഒരു പാവ സർക്കാരായിരുന്നു. അപ്പൊ അവരുടെ പിന്മുറക്കാരെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെയുള്ളതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അവരുടെ റെജീം ചേഞ്ച് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചില്ലെന്നു, ഇന്ത്യ പോലും
ഇറാൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ചിലപ്പോൾ അത് ലോകരാജ്യങ്ങളെ പോലും ഞെട്ടിച്ചിട്ടുണ്ടാകും. ട്രംപൊക്കെ ഞെട്ടിയിരിക്കുകയായിരിക്കും. അത് ഏതെങ്കിലും തരത്തിൽ ആ വിഷയത്തിൽ ആ പ്രമേയം വരുമ്പോൾ, അങ്ങനെ ഒരു പ്രമേയം UN മനുഷ്യാവകാശ കൗൺസിലിൽ വരുമ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ വിട്ടു നിൽക്കാം. പക്ഷെ അതുപോലുമല്ല ഇന്ത്യ ചെയ്തത്. മറിച്ച് ഇന്ത്യ ഇറാൻ അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ട്രംപിനെയൊക്കെ ഞെട്ടിക്കുന്ന സംഭവമാണ്. അപ്പൊ ആ നിലയ്ക്കാണ് ഇന്ത്യ പോലും ഈ ഇത്തരത്തിലുള്ള ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ ഈ ബലാബലത്തെ, അമേരിക്ക ഇറാനെ വിരട്ടുന്നതും അത്തരം കാര്യങ്ങളും ഒക്കെ ആ നിലയ്ക്കാണ് ഇന്ത്യയും കാണുന്നത് എന്നുള്ളതും പ്രധാനമാണ്. അപ്പം അങ്ങനെയൊക്കെ കുറെ അപ്പൊ ഈ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അമേരിക്കയിൽ നടക്കുന്ന, ഇപ്പൊ പ്രത്യേകിച്ചും ട്രംപ് അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ഈ കുടിയേറ്റക്കാരെയൊക്കെ പറഞ്ഞു വിടുന്നു, എല്ലാരെയും വിമാനങ്ങളിൽ അയക്കുന്നു, ഇന്ത്യയിലേക്കും കുറെ പേരെ അദ്ദേഹം കയറ്റി വിട്ടില്ല. അപ്പൊ അത്തരം കുറേയധികം പ്രശ്നങ്ങൾ, നിരവധിയായ പ്രശ്നങ്ങൾ അമേരിക്കയിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഗുസ്താവോ പെട്രോ, കൊളംബിയയുടെ പ്രസിഡന്റ്, പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഈ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞവർ കയറ്റിവിടുന്നത് എല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അവകാശികളായിരുന്ന, ഒരു കാലത്ത് അവകാശികളായിരുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ നടന്ന കുടിയേറ്റത്തിന്റെ ചരിത്രം ഡൊണാൾഡ് ട്രംപിന്റെ മുതുമുത്തച്ഛന്, അങ്ങയുടെ അച്ഛന്റെ മുതുമുത്തച്ഛന് ചിലപ്പോ അറിയില്ലായിരിക്കും, അല്ല അദ്ദേഹത്തിന് അറിയാമായിരിക്കും, പക്ഷെ താങ്കൾക്കത് അറിയില്ല എന്നാണ് ഗുസ്താവോ പെട്രോ പറയുന്നത്. അപ്പൊ ശരിക്കും ചരിത്രം എന്താണെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ഉള്ള കുറെ അധികം, അതായത് അദ്ദേഹം പറയുന്നത് ഈ ട്രംപിന്റെ മുതുമുത്തച്ഛൻ യഥാർത്ഥത്തിൽ കുടിയേറ്റക്കാരനായിരുന്നു എന്നാണ് കൊളംബിയയുടെ പ്രസിഡന്റ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചരിത്ര പശ്ചാത്തലമൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ സംസാരിച്ചു പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പലതരത്തിൽ ലോകത്തെ പല ഭരണാധികാരികളുടെയും മുമ്പിൽ ഈ ട്രംപിന്റെ പല പ്രഖ്യാപനങ്ങളും പല ഇടപെടലുകളും ഒക്കെ ഒരു പരിഹാസ കഥാപാത്രമാകുന്നുണ്ട് ട്രംപ് പലപ്പോഴും. ചില രാജ്യങ്ങൾക്ക് മേൽ തീരുവ കൂടുതലായി അടിച്ചേൽപ്പിക്കുന്നു, പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ അത് പിൻവലിക്കുന്നു, അതിന്റെ നിയമ വ്യവഹാരങ്ങൾ അവിടുത്തെ കോടതികളിൽ നടക്കുന്നു. അങ്ങനെ പലതരത്തിലാണ്. ഇപ്പൊ ഇത് ഇറാനെ മാത്രം സംബന്ധിച്ചും അല്ലല്ലോ. ഇപ്പോ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ഇദ്ദേഹം ഉടനെ പോകുമെന്ന് പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭൂപടത്തിൽ ഇപ്പൊ കാനഡ അടക്കമുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു തമാശ. അതായത് കാനഡ എന്ന് പറയുന്ന അത്രയും വലിയൊരു രാജ്യം പോലും അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണ്. 50 സ്റ്റേറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ് ആണ് എന്ന് വിശ്വസിച്ച് അതിന്റെ ഭൂപടമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, അതിന്റെ ഭൂപടം ഒഫീഷ്യലായിട്ട് ഒരു നാണവും ഇല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. പാനമ അവരുടെ ഭാഗമാണ്, ഗ്രീൻലൻഡ് അവരുടെ ഭാഗമാണ്, എനിക്ക് തോന്നുന്നു മെക്സിക്കോയും ഡെൻമാർക്കും ഒക്കെ അവരുടെ ഭാഗമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം കരുതുന്നത്. അപ്പൊ അതിൽ നമുക്കൊന്നും എന്താ പറയാൻ പറ്റാന്ന് ചോദിച്ചാൽ അത് 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 അർഹിക്കുന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളെ നമുക്ക് എടുക്കാനേ പറ്റൂ. ആദ്യം അദ്ദേഹം ഗസ റിവേറയാക്കാമെന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഗസ ഒരു നല്ല പ്രോപ്പർട്ടിയാണ്, അതായത് ഒരു നല്ല എന്താ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്നുള്ള നിലയിലാണ്, മനോഹരമായ കാലാവസ്ഥയൊക്കെ ഉള്ള ഒരു സ്ഥലം. ഞാൻ അത് ഏറ്റെടുത്ത് അദ്ദേഹവും നെതന്യാഹുവും കൂടെ ഈ ഒരു കടൽ തീരത്തെ ഒരു ചാര് ബെഞ്ചിൽ കിടന്ന് ജ്യൂസ് കുടിക്കുന്ന ഫോട്ടോയൊക്കെ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മളതൊക്കെ കണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഏതായാലും അമേരിക്ക വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇറാനും കൃത്യമായിട്ടും തിരിച്ച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. വെല്ലുവിളികളുടെ യുദ്ധം തുടരുകയാണ്. അതെ. അപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞൊരു പരാമർശമുണ്ട്, ഞങ്ങൾ ചിലപ്പോൾ ഒരു റീജിയണൽ വാറിലേക്ക്, ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇറാൻ എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളത് നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും തിരിച്ചടിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ പരാമർശത്തോടു കൂടി ആദ്യം അമേരിക്കയെ അങ്ങോട്ട് ആക്രമിക്കാനുള്ള നീക്കം ഇറാൻ എടുക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും സാധ്യതയില്ല. അങ്ങനെ ഒന്നാമത് ഇവർ ഈ ലോകരാജ്യങ്ങളുടെയൊക്കെ മുമ്പിൽ അവരുടെ എല്ലാ തരത്തിലുള്ള ഒരു കാരണവശാലും ഈ ലോകത്തിന്റെ ഒരു നിയമങ്ങളുണ്ടല്ലോ. ഇപ്പോ നമുക്ക് ICC ഉണ്ട്, അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട്, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുണ്ട്. ഇത്തരം ഫോറങ്ങളെയൊക്കെ കൃത്യമായിട്ടും ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന നിലയിൽ തന്നെയാണ് അവരെപ്പോഴും പോകുന്നത്. അവര് ഇപ്പൊ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലോ മറ്റോ ഐക്യരാഷ്ട്ര സഭയിലൊക്കെ അവരുടെ പരാതികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ഐക്യരാഷ്ട്രസഭയിൽ പരാതിയായിട്ട് പോയിട്ടൊരു കാര്യമില്ലെന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് അതിന്റെ നിയമ നടപടിക്രമം അനുസരിച്ച് അവരുടെ രാജ്യത്തിന് ഭീഷണിയുണ്ട്, അവരുടെ രാജ്യത്തേക്ക് ഏകപക്ഷീയമായിട്ട് ആക്രമണം നടത്താൻ നിൽക്കുന്നു, അവരുടെ രാജ്യത്ത് കലാപം ഉണ്ടായി വന്ന ഒരു ചെറിയ പ്രതിഷേധത്തെ ആളിക്കത്തിച്ചുകൊണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് ചാരസംഘടനകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള പരാതികൾ ഇവർ അന്താരാഷ്ട്ര ഫോറങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്കൊക്കെ വാർത്തകൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് തമാശയായിട്ട് തോന്നും, ഇറാൻ എന്ത് വെച്ച് കിളിപോയോ, ഇറാൻ ഇതിന്റെ വല്ല ആവശ്യം, കാര്യം ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് അമേരിക്കക്കെതിരെ പരാതി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?
പക്ഷേ അവൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോകരാജ്യങ്ങൾക്ക് തോന്നരുത് യവന്മാർ ഈ ഭീകരന്മാരായിട്ട് കയറിയിട്ട് ഏകപക്ഷീയമായിട്ട് എവിടെയെങ്കിലും കയറി അടിച്ചു വന്നു. ഇപ്പൊ ഇസ്രയേലിനെതിരെയും ഇറാൻ അല്ലല്ലോ യുദ്ധം ചെയ്യുന്നത്. ഇറാന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങാണ്. ഇറാന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അടിക്കാൻ ഇറാനെ, എന്നിട്ടാണ് പുറത്തുനിന്ന് പിന്നെ അടിക്കുന്നത്. അപ്പോ അതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിരോധം അല്ലെങ്കിൽ തിരിച്ചടി എന്നുള്ള നിലയിലാണ് ഇറാൻ ആലോചിക്കുന്നത്. അല്ലാതെ ഇറാൻ ആദ്യമേ കയറി അമേരിക്കയെ ആക്രമിച്ച് വീരന്മാരാകാനോ ധീരന്മാരാകാനോ എന്നുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷെ ഇങ്ങോട്ട് ആക്രമണം വന്നാൽ അതിപ്പോ ഏത് രാജ്യം ആയിക്കോട്ടെ, അപ്പൊ ഇന്ത്യ ആയിക്കോട്ടെ അല്ലെ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ആയിക്കോട്ടെ, ഒരു അയൽ രാജ്യം അല്ലെങ്കിൽ മറ്റൊരു വിദേശ ശക്തി ഒരു രാജ്യത്തോട്ട് കയറി അടിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? അവർക്ക് ഓടിപ്പോകാൻ പറ്റുമോ? ഓടിപ്പോയി എവിടം വരെ പോകും? ഇറാനിൽ നിന്നുള്ള ജനങ്ങളെല്ലാം കൂടെ 10 കോടി ജനങ്ങൾ, 9.5 കോടി ജനങ്ങളുണ്ട്. അവർക്കെല്ലാം കൂടെ ഓടിപ്പോകാൻ പറ്റില്ലല്ലോ. അവിടെ ഒരു യുദ്ധമുണ്ടായാൽ എന്താ ചെയ്യാൻ പറ്റുക? തിരിച്ചടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായിരിക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. പക്ഷെ ഇറാനെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറാന്റെ ആയുധ ശേഷി അത്രയും വലിയ ആയുധ ശേഷിയാണ്. അവരുടെ ആയുധപ്പുര തുറന്നു കഴിഞ്ഞാൽ ലോകം ഞെട്ടും. മാത്രമല്ല, അമേരിക്ക പോലെ ഒരു രാജ്യം ഇറാന് നേരെ ആക്രമണം തുടങ്ങുന്നതോടെ ഇറാനിലെ മുഴുവൻ പ്രശ്നങ്ങളും, ആഭ്യന്തരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ അവസാനിക്കുകയും അവരൊരൊറ്റ നേഷനായിട്ട് ഒറ്റ രാജ്യമായി നിന്നുകൊണ്ട് അവര് പിന്നെ അവർക്ക് രക്തസാക്ഷിത്വമാണ് മുൻപിലുള്ളത്. യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് അമേരിക്കയുടെ സൈനികർ യുദ്ധം ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളുടെയും സൈനികർ യുദ്ധം ചെയ്യുന്നത് പോലെയോ അല്ല ഇറാന്റെ ഒരു രീതി. അവരുടെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്. അവർക്കിത് വിശുദ്ധ യുദ്ധമാണ്. രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹത്തിന്റെ പുറത്തുള്ള യുദ്ധം എന്നതിനപ്പുറത്ത് അവർക്കത് വിശ്വാസത്തിന്റെ യുദ്ധം കൂടിയാണ്. 2 തരത്തിലാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാകുക, വിശുദ്ധ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാകുക. അപ്പൊ അങ്ങനെ ഒരു മനസ്സുറപ്പ് യുദ്ധമുഖത്ത് അവർക്കുണ്ടാവും. അത് പ്രധാനമായിട്ടും അവരുടെ ഒരു കരുത്താണ്. പിന്നെ അവരുടെ ആയുധശേഷി അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൈബർ മേഖലയിലടക്കം പല തരത്തിൽ പല ഇടങ്ങളിൽ അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്ക പോലും രാജ്യത്തിന് മുമ്പിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അമേരിക്ക ഇങ്ങനെ അവിടുത്തെ അവരുടെ അതിർത്തിയിലുള്ള കടലിൽ നിന്ന് ഒരു വലിയ പടക്കപ്പൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ സൈനിക സന്നാഹം തന്നെയാണ്. അങ്ങനെ ഒരു സന്നാഹത്തിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ ബോംബുകളൊക്കെ പൊങ്ങുമ്പോൾ തന്നെ അതിന് കൃത്യമായിട്ടും ഒരു പരിചയ തീർക്കാനും അതിനോട് എതിരിട്ട് നിൽക്കാനും ഇറാന് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇറാന്റെ നയം പോലെ തന്നെ നയതന്ത്രപരമായി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.